ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാഴ്ചകളാണ്. ഇത് കണ്ടോ, ഇതിലെല്ലാം പൂക്കളുണ്ടായി നിൽക്കുന്നത് കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൽ. ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കളാണ്. ഇതൊക്കെ ഏകദേശം ഇങ്ങനെ പൂക്കളുണ്ടായതിന് ശേഷം ഏകദേശം 1 മാസം സമയത്തിനുള്ളിൽ ഇതെല്ലാം കായായി നമുക്ക് വിളവെടുക്കാൻ പാകത്തിനാകുന്ന ഒരു ഫ്രൂട്ട് കൂടെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. പെട്ടെന്ന് 1 വർഷം കൊണ്ട് തന്നെ നമുക്കിത് നല്ലവണ്ണം ഉണ്ടാകുകയും 1 വർഷം കഴിയുമ്പോൾ ഇതുപോലെ പൂക്കളുണ്ടായി നമുക്കിതിൽ നിന്ന് ഫലം പറിക്കാൻ കഴിയും. നമുക്കിന്ന് അതിൻ്റെ ഒരു വിളവെടുപ്പാണ്. ആദ്യമായിട്ട് ഈ വർഷം നമുക്ക് ഇതിൽ ആദ്യമായി ഉണ്ടായ ഒരു പൂ കായായി അത് ഏകദേശം വിളവായിരിക്കുകയാണ്. അതിൻ്റെ വിളവെടുപ്പിലേക്കാണ് പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കൊല്ലത്തെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആദ്യത്തെ കായാണിത്. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇപ്പോൾ പറിക്കുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കിത് പറിച്ച് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് പറിക്കാൻ പോവുകയാണ്. ഇത് നമ്മളിതെന്ന് അടത്തിയെടുക്കുകയാണ്. ഇതിങ്ങനെ ചുമ്മാ തിരിച്ചാൽ ഇതിങ്ങ് പറഞ്ഞു പോരും കേട്ടോ. പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കറക്കിയാൽ മതി. ഇങ്ങനെ കൈക്കൊന്ന് റൗണ്ട് കറക്കിയാൽ ഇതുപോലെ നമുക്കിത് പറിച്ച് കിട്ടും. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ കളറൂടെ കാണാം. നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാവേ. ഇത് കണ്ടോ, ഇതിൻ്റെ കളർ കണ്ടോ, നല്ല റെഡ് കളറാണ്. ഇതിനകത്ത് കുരുക്കൾ പോലെയുണ്ട്. പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മൾ വഴിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഫ്രൂട്ട് ഇച്ചിരി വാടിയതൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ മധുരം ഒന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല. ഇത് കറക്റ്റ് നമ്മൾ പറിച്ച് ഇതുപോലെ തന്നെ വാടാതെ തന്നെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു പുളിയുണ്ട് ഇതിന്, അത് കൂടെ ഒരു മധുരമുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റ്. ഇത് കണ്ടോ, ഇത് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കളർ കണ്ടോ, കത്തിയിലെ കളർ കണ്ടോ. ഇനിയും നമുക്കതിൽ ഡ്രാഗൺ ഫ്രൂട്ട് നിറയെ ഉണ്ടായിട്ടുണ്ട്. അത് അടുത്ത പാകമായി വിളവെടുക്കുമ്പം കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.